വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ബണ്ണാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ മെഷറിംഗ് കപ്പുകളൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാവർക്കും അനീസ് കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഞാൻ എപ്പോഴും മെഷറിംഗ് കപ്പിന് പകരമായിട്ട് ഈ ഒരു ഗ്ലാസ്സാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളും ഗ്ലാസ് എടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പം വരുന്ന ഗ്ലാസ് എടുക്കാൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ നമുക്ക് മൈദയാണ് വേണ്ടത്. 2.5 ഗ്ലാസ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അളവുകൾ എടുക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരുപാട് മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിച്ചേക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് ഈ സെയിം ഗ്ലാസിൻ്റെ 1/4 ഗ്ലാസ് ഇളം ചൂടുള്ള പാലാണ്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഈസ്റ്റ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്ക് നമുക്ക് മൈദയിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 2 നുള്ള ഉപ്പും 4 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലിന് പകരമായിട്ട് നമുക്ക് മുട്ടയോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ തണുപ്പില്ലാത്തത് എടുക്കാൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈസ്റ്റിൻ്റെ മിക്സ്ചർ ഇതിലോട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കൈവച്ച് തന്നെ കുഴച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു മൂടി കൊണ്ടോ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നമുക്കിത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ വേണ്ടി വരുള്ളൂ പൊങ്ങി വരാൻ. കുറച്ച് തണുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 2-2.5 ഒരു മാക്സിമം ഒരു 4 മണിക്കൂർ വരെ വേണ്ടി വരും. അപ്പോഴേക്ക് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. കുറച്ച് ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് അതിൽ 1/2 മുറി തേങ്ങ ചിരകിയിട്ടിട്ട് മിക്സ് ചെയ്ത് എടുത്തതാണിത്. ഇതിന് പകരമായിട്ട് പഞ്ചസാരയും യൂസ് ചെയ്യാം കേട്ടോ. പഞ്ചസാരയും തേങ്ങയും കൂടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ചെയ്യാം. ഞാനിവിടെ കയ്യിലുള്ളതാണ് ചെയ്യുന്നത്. ഇതിലോട്ട് അവൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറീസ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അടിയിൽ വയ്ക്കുന്ന ഭാഗം കുറച്ച് ചെറുതാണ് മുകളിൽ വയ്ക്കുന്ന ഭാഗത്തിനെ അപേക്ഷിച്ചിട്ട്. ഞാനിതൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത്. കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് അടിയിൽ വയ്ക്കുന്ന ഭാഗം കൈകൊണ്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാം. മുകളിൽ വയ്ക്കുന്ന ഭാഗം നമുക്ക് ഇതേപോലെ ടേബിൾ ടോപ്പിൽ കുറച്ച് മൈദ വിതറിയിട്ട് നമ്മുടെ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. 1/4 ഇഞ്ച് കനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഞാനിതിലോട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിരുന്നു, അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫില്ലിങ്സ് വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നടുവിലായിട്ട് മാത്രമേ വെക്കേണ്ടതുള്ളൂ. സൈഡിലോട്ടായി പോവാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി നമുക്ക് മുകളിലത്തെ ലെയർ വെച്ച് കൊടുക്കാം. മുകളിലത്തെ ലെയർ ഞാൻ താഴത്തെ ലെയറിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിലാണ് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലേ നമുക്കത് ആ ഫില്ലിങ്സും കവർ ചെയ്തിട്ട് താഴോട്ട് പോയിട്ട് മറ്റേ അടിയിലത്തെ ലെയറുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് ബേക്കായി വരുമ്പോൾ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ അഥവാ ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂണോ മറ്റോ ചേർത്ത് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. ഒരുപാട് കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ പരത്തിയെടുക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം തോന്നുകയാണെങ്കിൽ അപ്പോൾ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നതിന് തൊട്ട് മുമ്പേ തന്നെ എല്ലാം ചെയ്തിട്ട് വേണം വയ്ക്കാൻ. ആ ഒരു കാര്യം മാത്രമേ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി നമുക്കിത് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഒരു മുട്ടയുടെ മഞ്ഞ പോർഷൻ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നില്ല. ഇത് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മുകളിൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടും. ഞാനിത് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുന്നേ ഉള്ളൂ. മുഴുവനായിട്ട് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല കളറായിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കളറായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഈ കടായി 10 മിനിറ്റായിട്ട് ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് വച്ചു കൊടുക്കാം. ഞാനിതിലോട്ട് സ്റ്റാൻഡ് വയ്ക്കാൻ വിട്ടുപോയിരുന്നു.
നിങ്ങൾ ചെയ്യുമ്പോഴും മറന്നു പോകാതെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തേക്കണേ, അല്ലെങ്കിൽ നമ്മുടെ ബൻ്റെ അടിയിലത്തെ ഭാഗം ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. മുകളിൽ ഞാനൊരു കല്ലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു വെയിറ്റിന് വേണ്ടിയിട്ട്, എയർ ഒട്ടും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. 30 മിനിറ്റായിട്ട് തുറന്ന് നോക്കാം. 30 മുതൽ 45 മിനിറ്റ് വരെ വേണം കുക്കായിട്ട് വരാൻ. അത് ഓരോ കുക്കറിൻ്റെയും, അതായത് സ്റ്റൗവിൻ്റെ ആ ഒരു ഫ്ലെയിം അനുസരിച്ചിരിക്കും. എനിക്ക് കറക്റ്റ് 30 മിനിറ്റ് ആയപ്പോൾ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായിട്ട്.